ക്രിസ്തീയ വിശ്വാസികൾക്കും അവരുടെ ആരാധനകൾക്കും എതിരായി നടത്തുന്നതായ ആക്രമണങ്ങൾ ഏറ്റവും അപലപനീയമാണ്. മതേതര രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും അനുവാദം ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ്. അതിൻ്റെ ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ മതന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷങ്ങളെന്നോ അതിന് വ്യത്യാസമില്ല. എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആരായിരുന്നാലും അവർ മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഒത്താശ നൽകുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം ഭരണഘടനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നയാളാണ്. അത് ബോധ്യമായിക്കൊണ്ട് അദ്ദേഹം ഭരണഘടനയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തിന് അപമാനമായി തീരുന്ന പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കർശനമായ നടപടികൾ എടുക്കണം. അത് ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും പേരിലുള്ളതായിരിക്കുന്ന ആവശ്യമാണ്. ഒരു മതവും ഒരു മതത്തെ നിഗ്രഹിക്കാൻ പാടില്ല. എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് സഭ വീക്ഷിക്കുന്നത്. കാരണം ഇത് തുടർന്നു കൊണ്ടുപോകുന്നെങ്കിൽ ക്രിസ്തീയ സഭയുടെ ഇവിടുത്തെ നിലപാട് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്. ഇവിടെ എത്ര ശതമാനമുണ്ടെന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഒരുപോലെ അവകാശപ്പെട്ട ഭരണഘടനയിൽ എല്ലാവർക്കും അവരവരുടെ മതങ്ങൾ വിശ്വസിക്കുന്നതിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശമുണ്ട്. ആ അവകാശം ആരും രക്ഷിക്കാൻ പാടില്ല. അതിന് ശക്തമായ രീതിയിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ചെയ്യേണ്ടതായ മേഖലകളിൽ അതിനുള്ളതായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നേരത്തെ അറിയിക്കുകയാണ്.